തലമുറകളുടെ വ്യത്യാസമില്ലാതെ സംവദിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അതായിരുന്നു യഥാർത്ഥ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഞാൻ സംസാരിക്കാൻ വെച്ച എല്ലാ പോയിന്റുകളും ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ഒളികണ്ണിട്ട് എൻ്റെ ഒരു കടലാസ് കഷത്തിലേക്ക് നോക്കിയോ എന്ന് പോലും ഒരു സംശയം. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ സുഹൃത്തുമായ ശ്രീ എം വി ശ്രേയാംസ് കുമാർ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം നടത്തുകയും എൻ്റെ ചുമലിൽ ചില കാര്യങ്ങൾ എടുത്തു വെക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. പക്ഷെ അദ്ദേഹം ഒന്ന് ഓർക്കണം, താങ്കളെ ഈ സതീശൻ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. താങ്കൾ എത്രത്തോളം നിർബന്ധിച്ചാലും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മാത്രമേ വിളിക്കൂ. എൻ്റെ സ്നേഹിതൻ ശ്രീ സത്യൻ അന്തിക്കാട്, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ വർഗീസ് ജോർജ്, നന്ദി പറയുന്ന ശ്രീ വി കുഞ്ഞാലി, PVC, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കാൻ വെച്ച എല്ലാ പോയിന്റുകളും ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ഒളികണ്ണിട്ട് എൻ്റെ ഒരു കടലാസ് കഷത്തിലേക്ക് നോക്കിയോ എന്ന് പോലും ഒരു സംശയം. ഞാൻ ശ്രീ വീരേന്ദ്രകുമാറിനെ വിളക്കുമാടമെന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്, പക്ഷെ പ്രകാശഗോപുരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അപ്പോൾ പദാവലിയിൽ ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ശ്രേയംസോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ കാണിച്ച ആ സൗമനസ്യം ഞാനോ ശ്രേയംസ് കുമാറോ പിന്നീട് വന്ന തലമുറയോട് കാണിച്ചിട്ടില്ല. അതായിരുന്നു യഥാർത്ഥ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. തലമുറകളുടെ വ്യത്യാസമില്ലാതെ സംവദിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. ഇപ്പം ശ്രേയംസിനും എനിക്കൊക്കെ ചെറിയ ചെറിയ മസിലുകളുണ്ട്, പക്ഷെ ശ്രീ വീരേന്ദ്രകുമാറിന് അങ്ങനെ ഒരു മസിലേ ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും എത്ര പ്രായക്കുറവുള്ള ആൾക്കാരുമായിട്ടും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രേയംസ് കുമാറിൻ്റെ മക്കൾ ഇവിടെയുണ്ട്, അവർ ശ്രേയംസ് കുമാറിനോട് ആശയവിനിമയം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആശയവിനിമയം നടത്തിയിട്ടുള്ളത് ശ്രീ വീരേന്ദ്രകുമാറിനോടായിരിക്കും. അല്ലേ? ശരിയല്ലേ? ആണോ അല്ലയോ? ആ, കണ്ടോ, ഇതൊരു നോ കോൺഫിഡൻസ് മോഷനായിട്ടാണ് ശ്രേയംസിന്റെ മോഡൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ശ്രീ വി ഡി സതീശൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ തമ്മിൽ എന്നെക്കാളും സുന്ദരനും സുമുഖനാണെങ്കിൽ പോലും പ്രായത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഏറെക്കുറെ ഒരുപോലെ. അന്ന് ക്ലാസ് കട്ട് ചെയ്ത് ശ്രീ വീരേന്ദ്രകുമാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി. ക്ലാസ് കിട്ടി, അത് 4-5 കിലോമീറ്ററുകളൊക്കെ നടന്നിട്ട്. അന്ന് വാഹനത്തിന് സൗകര്യമൊന്നുമില്ല. ഇപ്പോൾ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എൻ്റെ ഒരു തലമുറയുടെ, ഞങ്ങളുടെ തലമുറയുടെ ലോകവീക്ഷണത്തെ കരുപ്പിടിപ്പിച്ച, രൂപപ്പെടുത്തിയ പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, തത്വജാനിയായ പണ്ഡിതനായ ഒരു രാഷ്ട്രീയക്കാരൻ. പനമ്പള്ളിയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ മാധ്യമ പൊതുജീവിതത്തിൽ പണ്ഡിതനായ ഒരു രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാതെ പറയാൻ കഴിയുന്ന ഒരു പേരാണ് ശ്രീ എം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രവചന സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, രാമന്റെ ദുഃഖം എന്ന് പറയുന്നത്. അതെനിക്ക് സവിശേഷമാകാൻ കാരണം 988 മുതൽ ഈ രാമന്റെ ദുഃഖത്തിന്റെ പ്രതലമായ അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. 992 ഡിസംബർ 6 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് നോക്കിക്കണ്ട ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ എത്രയോ മുമ്പ് തന്നെ രാമന്റെ ദുഃഖത്തെ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ രൂപത്തിലാണ് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോകുന്നതെങ്കിൽ എന്ന്
യഥാർത്ഥത്തിൽ ശ്രീ വീരേന്ദ്രകുമാർ. ഇപ്പം ശ്രീ സദസ്യം പറഞ്ഞതുപോലെ ഏത് മേഖലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു പുസ്തകം വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള മനുഷ്യനും സന്യാസിയും മനുഷ്യനും. അത് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ട് പറയാം, ഈ ഒരു ചടങ്ങിൽ ഞാൻ മുഖ്യമന്ത്രിയോട് യോജിപ്പ് മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. ആരെങ്കിലും അങ്ങനെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്നുള്ള ആശയം നിൽക്കേണ്ട കാര്യമില്ല. അതായത് വിവേകാനന്ദനെ പോലുള്ള വ്യക്തിത്വങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വലതുപക്ഷ വർഗീയ ശക്തികൾ ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി ഒരു ചരിത്രകാരനേക്കാൾ ഭംഗിയായി കോറിയിട്ടതാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമി സന്യാസിയും മനുഷ്യനും. ഞാൻ കൽപ്പറ്റയിലെ ഒരു ചടങ്ങിൽ അച്ഛനെ ഇരുത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വിവേകാനന്ദ സ്വാമിയുടെ സഹോദരൻ ഭൂപേന്ദ്രനാഥ് ദത്തെക്കുറിച്ചുള്ള 2 അധ്യായങ്ങൾ. അത് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. വിപ്ലവകാരിയായ ഭൂപേന്ദ്രനാഥിനെ 2 ചാപ്റ്ററിൽ പരിചയപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റായി അങ്ങനെ വിപ്ലവം തലയ്ക്ക് പിടിച്ച് ഭൂപേന്ദ്രനാഥ് മോസ്കോയിൽ പോയി ലെനിനുമായി സംവാദം നടത്തി. അർത്ഥവത്തായ രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷനും നിഗമനങ്ങളും അനുമാനങ്ങളും കോർത്തിണക്കിയ പ്രൗഢഗംഭീരമായ ഒരു ഗ്രന്ഥം. എനിക്കത് ഇന്നും ഇതുപോലുള്ള ചരിത്ര പുരുഷന്മാരെ ഒരു പ്രത്യേക ചേരിയിലേക്ക് അല്ലെങ്കിൽ കള്ളിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ശ്രീ വീരേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ നൽകിയ സംഭാവനകൾ യഥാർത്ഥത്തിൽ അവിസ്മരണീയമായ ഒരു ശോഭയോടുകൂടി നമ്മുടെ മനസ്സിൽ പ്രകാശിക്കും. ഇന്ന് ലോകത്ത് എന്താണ് നടക്കുന്നത് അറിയാൻ പറ്റില്ല. ഡൊണാൾഡ് ട്രംപ് അതെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. പക്ഷെ ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ ഈ പാശ്ചാത്യ ശക്തികൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അത് എത്രത്തോളം ഈ മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് ഗുണകരമില്ലാതെ പോകുന്നു എന്നതിനെ കുറിച്ചും ഏറ്റവും സമ്പുഷ്ടമായൊരു പുസ്തകം ഗാട്ടും കാണാച്ചരണം. ആ പുസ്തകം ഇപ്പോഴും പ്രസക്തമാകുകയാണ്. നോക്കുക, ഓരോ അദ്ദേഹത്തിൻ്റെ കൃതികൾക്കും ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു രചനയാണ് അദ്ദേഹം നടത്തിയത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടി കുടുംബസമേതം PVCയും ഈ പറഞ്ഞ തീർത്ഥാടനത്തിന് പോകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ തീർത്ഥാടനം കഴിഞ്ഞ് അദ്ദേഹം ഡൽഹി വരുമ്പോൾ മാതൃഭൂമി ഓഫീസിലേക്ക് എന്നെ വിളിക്കും. ആ തീർത്ഥാടനത്തിൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ചെറിയ 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 വിവരങ്ങൾ പോലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു ഒരു പുസ്തകത്തിൻ്റെ വായനയ്ക്ക് അപ്പുറത്ത് ഒരു പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത്രയും നർമ്മമുള്ള വേറെ ശ്രേംസ് നിങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ 10 നർമ്മമില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, അല്ലെ ശ്രീ വി ഡി സതീശൻ ശ്രീ അല്ലേ ഞാൻ പറയണേ, എന്തൊരു നർമ്മമാണ്. അതായത് അദ്ദേഹത്തിന് കൂടി ഇരുന്ന് നമ്മൾ ചിരിച്ചു പോകും. ചെറിയ ചെറിയ നുറുങ്ങുകളിലൂടെ അദ്ദേഹം ആ സംഭാഷണത്തെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളെ വേറൊരു തലത്തിലേക്ക് അദ്ദേഹം ആനയിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇത്രയും മുതിർന്ന ഒരാള് പല തലമുറകൾക്കപ്പുറത്തേക്ക് പോകാനും വിവരിക്കാനും കഴിയുന്ന ഒരു സിദ്ധി എന്ന് പറയുന്നത് അസാമാന്യ സിദ്ധിയാണ്. മാതൃഭൂമിയുടെ പത്രാധിപർ എന്നോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്, യോജിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ശ്രീ വീരേന്ദ്രകുമാർ എന്ന് പറയുമ്പോൾ ഒരു സഹപ്രായക്കാരനെ പോലെയാണ് നമ്മളെല്ലാം അദ്ദേഹത്തിനെ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുകുമാർ അഴീക്കോടിനെ ഞാൻ അഭിമുഖം ചെയ്തു. സുകുമാർ അഴീക്കോട് അപ്പോൾ അതിനു മുമ്പ് സുകുമാർ അഴീക്കോടും ശ്രീ വീരേന്ദ്രകുമാറും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായി. ഈ പിണക്കത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എന്നോട് ശ്രീ സുകുമാർ അഴീക്കോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനപ്രയാസം തന്നത് ആ ഒരു പിണക്കമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പ്രദാനം ചെയ്തത് ആ പിണക്കം ഞങ്ങൾ തീർത്തപ്പോഴായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ചിന്താപഥങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ശ്രീ വീരേന്ദ്രകുമാറുമായിട്ടുള്ള പിണക്കവും ഇണക്കവുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്, ഇപ്പോഴും ആ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വീരൻ നല്ലവനാണ്, നല്ല മനുഷ്യനാണ്, മരിച്ചാലും മരമായി വളരും. അതാണ് ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം. സ്വാഭാവികമാണ്,
മനുഷ്യപക്ഷത്ത് നിൽക്കുമ്പോഴും മരത്തിൻ്റെ പക്ഷത്തും മണലിൻ്റെ പക്ഷത്തും നിന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആക്ടിവിസ്റ്റുകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഒരു സമൂഹത്തിനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ എൻ്റെ സംഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. 6ാമത്തെ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വെച്ച ദീപ്തമായ ചിന്തകൾ ഒരുപക്ഷെ ഇന്ന് കാർമ്മികാർദ്ധമായ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തി ഉള്ളതാണ്. സോഷ്യലിസ്റ്റുകളെ കുറിച്ച് ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ജയറാം രമേശൊക്കെ പറഞ്ഞു. സോഷ്യലിസ്റ്റുകൾ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ രേഖപ്പെടുത്തേണ്ട കാര്യമാണ്. JP-യിൽ നിന്ന് അംഗത്വം മേടിച്ച ആളാണ് എനിക്ക് തോന്നുന്നു ശ്രീ വീരേന്ദ്രകുമാർ. ലോഹിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ആ സോഷ്യലിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടതുപക്ഷം പോലെ തന്നെ പ്രാധികരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹങ്ങളുണ്ട്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രീ വീരേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വെച്ച വഴിത്താരയിലൂടെ പോകുന്നതിനെക്കുറിച്ചും പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുസ്മരണ സമ്മേളനമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.